എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻ 2024, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ലോക്സഭ ഇലക്ഷൻ 2024 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. അപ്പം 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. മറക്കല്ലേ, 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് നമുക്കറിയാം 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നമുക്കറിയാം 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പം 7 ഘട്ടങ്ങൾ ആയിട്ടാണ് നമ്മുടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ 2ാമത്തെ ഘട്ടം ആയിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടന്നത് 2ാമത്തെ ഘട്ടത്തിലായിരുന്നു കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. എന്താണ് ഡേറ്റ് എന്നു ചോദിച്ചാൽ പറയണം, 2024 ഏപ്രിൽ 26-നാണ്. 2024 ഏപ്രിൽ 26-നാണ് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. അതായത് നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോയത് ലോക്സഭാ ഇലക്ഷന്. അപ്പം കേരളത്തിൽ നടന്നത് 2ാമത്തെ ഘട്ടമായിരുന്നു. അപ്പോൾ ആദ്യ ഘട്ടം എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ആദ്യ ഘട്ടം നടന്നത് 2024 ഏപ്രിൽ 19-നാണ്. 2024 ഏപ്രിൽ 19-നാണ് ആദ്യ ഘട്ടം നടന്നത്. 2ാമത്തെ ഘട്ടമായിരുന്നു കേരളത്തിൽ നടന്നത്. കേരളത്തിൽ നടന്ന ഡേറ്റ് 2024 ഏപ്രിൽ 26-നാണ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം, ടോട്ടൽ വോട്ടിംഗ് ശതമാനമാണ് ഇന്ത്യയിൽ നടന്നത് 65.79%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം, ഇന്ത്യ മുഴുവനുള്ള വോട്ടിംഗ് ശതമാനമാണ് ഈ പറയുന്നത് 65.79%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം എത്രയാണ്? 71.27%. 71.27% കേരളത്തിലെ വോട്ടിംഗ് ശതമാനം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 65.79%. കേരളത്തിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 71.27%. കേട്ടോ. അടുത്തത്, ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം എന്ന് പറയുന്നത് വടകര മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം എന്ന് പറയുന്നത് വടകര മണ്ഡലമാണ്. നമുക്കറിയാം വടകര മണ്ഡലത്തിൽ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. കെ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമായിട്ടുള്ള ഭയങ്കര ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടന്ന ആ ഒരു മണ്ഡലത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് അവിടെ അന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, വടകര മണ്ഡലമാണ്. ജയിച്ചു വന്നത് ആരാണ്? ഷാഫി പറമ്പിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പത്തനംതിട്ട. കേട്ടോ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് കേരളത്തിൽ. അടുത്ത, കേരളത്തിലെ ആകെ ലോക്സഭാ സീറ്റുകൾ. കേരളത്തിലെ ആകെ ലോക്സഭാ സീറ്റുകളൊന്ന് 20 ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. അതിൽ തന്നെ 2 സംവരണ സീറ്റുകളാണ്. ഏതൊക്കെയാണ് സംവരണ സീറ്റുകൾ? ഒന്ന് ആലത്തൂരും ഒന്ന് മാവേലിക്കര. ആലത്തൂരും മാവേലിക്കരയാണ് സംവരണ സീറ്റുകളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വോട്ടെണ്ണലല്ലേ, വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. മറക്കല്ലേ, 2024 ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആകെ ലോക്സഭാ സീറ്റുകൾ 543. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ആകെ ലോക്സഭാ സീറ്റുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം, 543. 543 ലോക്സഭാ സീറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ അതിൽ 20 എണ്ണമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു. അടുത്ത റിസൾട്ടാണ് വന്നത്. റിസൾട്ട് വന്നപ്പോൾ BJP ഉൾപ്പെടുന്ന NDA സഖ്യം, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, അതായത് NDA സഖ്യം, BJP ഉൾപ്പെടുന്ന NDA സഖ്യം 292 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. അപ്പം BJP ഉൾപ്പെടുന്ന NDA സഖ്യം 292 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ ക്ലാസ്സസ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങളത് കയറി കാണാൻ ശ്രമിക്കണം. ഇനി വരുന്ന എക്സാംസിനൊക്കെ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വളരെ കോഡുകൾ വെച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നത്. മാക്സിമം ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അടുത്തത്, കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടി പ്രതിപക്ഷമായി. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വട്ടത്തേനെക്കാട്ടിൽ ഈ വട്ടം പ്രതിപക്ഷത്തിന് കുറച്ചുകൂടെ സീറ്റുകൾ കൂടിയതുകൊണ്ട് അവർ പ്രതിപക്ഷവും കുറച്ചുകൂടെ ശക്തമായി. അപ്പോൾ ഒന്നുകൂടെ പറയാം, BJP ഉൾപ്പെടുന്ന NDA സഖ്യം 292 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു, മൂന്നാമത് സർക്കാരായി. അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടി ഒപ്പോസിഷനായി, പ്രതിപക്ഷത്ത് വന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവരില്ലേ, അതായത് നമ്മുടെ NDA സഖ്യത്തിലും ഇന്ത്യ സഖ്യത്തിലും ഒക്കെ ചേരാതിരിക്കുന്ന ബാക്കിയുള്ളവരില്ലേ അങ്ങനെ ഇലക്ഷനൊക്കെ നിൽക്കുന്നത്, അവരിൽ ബാക്കിയുള്ളവരിൽ 17 സീറ്റുകൾ വിജയിച്ചു. 17 പേരാണ് വന്നിട്ട് 17 സീറ്റുകൾ, ബാക്കിയുള്ളവർ 17 സീറ്റുകൾ.
അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം രാഹുൽ ഗാന്ധിക്കാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എത്രയാണ്? വയനാട് മണ്ഡലമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി, ലോക്സഭാ മണ്ഡലം വയനാട്. ഏകദേശം 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ നിന്നാണ് ഇലക്ഷൻ ജയിച്ചത്. അത് ഒന്ന് നമ്മുടെ വയനാടും അതുപോലെ തന്നെ ഒന്ന് ഉത്തർപ്രദേശിലെ റായ്ബറേലി എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ 2 മണ്ഡലത്തിൽ വിജയിക്കുമ്പോൾ ഒരു മണ്ഡലം എന്തായാലും ആ ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറണം. അപ്പോൾ അതുകൊണ്ട് വയനാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നുണ്ട്. ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ തന്നെ അവിടെ വയനാട് മണ്ഡലത്തിൽ വേറൊരു ഇലക്ഷൻ വരുന്നതാണ്. അടുത്തത് നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുമ്പോൾ 18 UDFും 1 LDFും 1 NDAയുമാണ്. ഒരു NDA ആരാണ്? നമ്മുടെ BJPയിലെ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അതുപോലെ തന്നെ 1 LDF ആരാണ്? നമ്മുടെ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. അതുപോലെ തന്നെ 18 UDFും കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF ആണ് 18 സീറ്റും ബാക്കി നേടിയത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്നും MP ആവുന്നത് ആരാണെന്ന് ചോദിക്കും. അത് ആളുടെ പേരാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്നുമൊക്കെ MP ആയിട്ട് പോയത്. കൊടിക്കുന്നിൽ സുരേഷാണ്. ഏകദേശം 8 തവണയാണ് ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP ആവുന്നത്. MP ആവുന്നത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ലോക്സഭാ മണ്ഡലം മാവേലിക്കരയാണ്, നമുക്കറിയാം. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ ഭയങ്കര സീനിയോറിറ്റി അല്ലേ, 8 തവണയൊക്കെ വിജയിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന് ഒപ്പോസിഷൻ, അതായത് ഇന്ത്യ സഖ്യം നിർത്തിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അദ്ദേഹം അവസാനം വന്നപ്പോൾ അവർ പിൻവാങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓം ബിർള ജയിച്ചു. ഓം ബിർളയാണ് ഇപ്പം നിലവിലെ 18ാം ലോക്സഭയുടെ സ്പീക്കറായിട്ട് വന്നത്, ഓം ബിർള, മറക്കല്ലേ. അടുത്തത് കേരളത്തിൽ നിന്നും ജയിച്ച ഏറ്റവും പ്രായം കൂടിയ MP. കേരളത്തിൽ നിന്നും ജയിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആരാണ്? E.T. മുഹമ്മദ് ബഷീർ. E.T. മുഹമ്മദ് ബഷീറാണ് ഏറ്റവും പ്രായം കൂടിയ MP കേരളത്തിൽ നിന്ന് ജയിച്ച. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുമ്പോൾ മലപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ MP ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് ജയിച്ച ഹൈബി ഈഡൻ, എറണാകുളം ലോക്സഭാ മണ്ഡലമേ. ബാക്കി നോക്കാം. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശാണ്. PS സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശാണ്. ഏകദേശം 80 സീറ്റോളം ഉത്തർപ്രദേശിലുണ്ട്. അതുപോലെ തന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോട്ട ലഭിച്ച മണ്ഡലം ഏതാണ്? ഇൻഡോർ മണ്ഡലം മധ്യപ്രദേശ്. നോട്ട എന്താണ്? നോട്ട എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദ എബോ. അതായത് നമുക്കിപ്പം തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ ആരെയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് നൺ ഓഫ് ദ എബോ അഥവാ നോട്ടയിൽ കുത്താവുന്നതാണ്. അപ്പം അതെല്ലാവർക്കും അറിയാം, നോട്ടയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോട്ട ലഭിച്ച മണ്ഡലം ഏതാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കും. ഏത് മണ്ഡലമാണെന്ന് പറയണം? ഇൻഡോർ മണ്ഡലമാണ്. ഇൻഡോർ ലോക്സഭാ മണ്ഡലം മധ്യപ്രദേശാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോട്ട ലഭിച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ആലത്തൂർ മണ്ഡലമാണ്. അതുപോലെ തന്നെ നമ്മുടെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? BJP ആണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള പാർട്ടി BJP ആണ്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ പഠിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ്? തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്ലിക്കേഷൻ. അടുത്തത് സക്ഷം ആപ്പ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് സക്ഷം ആപ്പ്. അപ്പോൾ സക്ഷം ആപ്പ് എന്താണ്? ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് സക്ഷം ആപ്പ്. അടുത്ത നമ്മളൊരു പോർട്ടലാണ് സുവിധ പോർട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്ന അനുമതികളുടെയും നോമിനേഷനുകളുടെയും സ്റ്റാറ്റസ് ലഭ്യമാക്കുന്നതിനുള്ള പോർട്ടലാണ് സുവിധ പോർട്ടൽ. അടുത്തത് സി വിജിൽ ആപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കുക. അപ്പോൾ സി വിജിൽ ആപ്പ് എന്താണ്? തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാനാണ് സി വിജിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് എൻകോർ ആപ്പ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർമാരെ ഉടനടി നടപടി എടുക്കാൻ അനുവദിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് എൻക്വയർ ആപ്പ്. അപ്പോൾ എൻക്വയർ ആപ്പ് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർമാരെ ഉടനടി നടപടി എടുക്കാൻ അനുവദിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് എൻക്വയർ ആപ്പ്.
അടുത്തത് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എന്ന ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലോക്സഭാ ഇലക്ഷനോട് ബന്ധപ്പെട്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആപ്ലിക്കേഷൻസ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ അല്ലേ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിട്ട് വരുന്നത് ഗ്യാനേഷ് കുമാറും അതുപോലെ തന്നെ സുഖബീർ സിംഗ് സന്ധുവാണ് മറ്റ് അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ലോക്സഭാ ഇലക്ഷനോട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ. അതായത് 2024 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ടെലഗ്രാമിലൊരു കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന LDC, LGS അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് ഈ വർഷം നടക്കുന്ന പരീക്ഷകൾക്കുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4-5 ദിവസത്തോളമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്താൽ മതി. വെറും 120 രൂപ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഡെയിലി 1 hour ലൈവ് സെക്ഷനാണ് വരുന്നത്. വൈകുന്നേരം 7 മണി തൊട്ട് 8 മണി വരെയാണ് ലൈവ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ് വിത്ത് ഡിസ്കഷനാണ് വരുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ എക്സാംസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ തന്നെ നടക്കും. കഴിഞ്ഞ എക്സാംസിനെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക. വെറും 120 രൂപ മാത്രമേ ഉള്ളൂ. ഈ വർഷം മുഴുവനും അതിൻ്റെ വാലിഡിറ്റി നിൽക്കുന്നതാണ്, നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തേക്കുക അതിൻ്റെ ഡീറ്റെയിൽസ്. താല്പര്യമുള്ളവർ നോക്കിയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയുമുള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം താങ്ക് യു ഓൾ.